ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു കോളിഫ്ലവർ പക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്, പക്ഷേ അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതുപോലെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നമ്മൾ കടലമാവൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നാൽ നല്ല ക്രിസ്പിയാണ്, കുറച്ചധികം സമയം ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഒരു കോളിഫ്ലവർ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് വല്ല പുഴുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഇത് വെന്തൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ നിറം. നേരത്തെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ട് ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് അരിച്ച് മാറ്റണം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ നമ്മളൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആ വെള്ളം കൂടി അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ കോളിഫ്ലവറൊക്കെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയത്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നത് അരിപ്പൊടി മാത്രമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. നമ്മൾ വെള്ളവും കൂടിപ്പോകാൻ നോക്കണം കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോവും. അങ്ങനെ ഇതാ ലാസ്റ്റ് ഈ ഒരു രീതിയിലായിക്കോട്ടെ ഇരിക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ലാസ്റ്റായിട്ട് 2-3 വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. കട്ട് ചെയ്തോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്താൽ മതി. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ പാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഇട്ട് പൊരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മിക്കവരും കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കടലമാവ് അല്ലെങ്കിൽ കളറൊക്കെ ചേർക്കുന്ന കാണാറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി കളറിൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ കോളിഫ്ലവർ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കല്ലോ കേട്ടോ. ഒരു സൈഡ് നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ലാസ്റ്റ് കുറച്ച് സമയത്തിന് ശേഷം ഇതാ നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ചായൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബജ്ജിയിലും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ 2ാമത്തെ ട്രിപ്പും ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നല്ലതാണ്. അങ്ങനെ ഇതാ നമ്മൾ ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നിറം ഈ ഒരു നിറം ആയിരിക്കും കേട്ടോ.
മുമ്പ് കണ്ടത് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു രീതി കണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഇരിക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. സോസായിട്ട് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇത് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.